ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. ഏകദേശം ഒരു മജ്ബൂസിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ് ആദ്യമേ കട്ട് ചെയ്തൊന്നും കാണിക്കാഞ്ഞത്. ഇതിലിപ്പോൾ ഞാൻ ഇട്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു മീഡിയം സൈസ് ഒരു 1½ ഒനിയൻ ഉണ്ട്, ഒരു 5 ഏലക്കായ, ഒരു 6 ഗ്രാമ്പൂ, ഒരു 2 കഷ്ണം കറുവപ്പട്ട. ഇതെത്ര ഇട്ടിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. ഓൾറെഡി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ടൊമാറ്റോ ആണ് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. വീഡിയോ എടുക്കുന്നതും കുക്കിങ്ങും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും, ഷേക്കിങ്ങൊക്കെ ഉണ്ടാവും. ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി സോൾട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ തീ കൂട്ടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നീളമുള്ള ടൈപ്പ് അരിയാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി 1 മണിക്കൂർ മുമ്പേ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോഴേക്കും വെള്ളം തിളയ്ക്കും. 2 ഡ്രൈ ലെമൺ ഞാൻ കഴുകി എടുത്താണ്. നമുക്കിതിലേക്ക് കുറച്ച് 2-3 ഫോർക്കോ നൈഫോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് 2-3 ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സത്ത് നന്നായിട്ട് അതിലേക്ക് ഇറങ്ങുള്ളൂ. അത് കണ്ടല്ലോ, അതുപോലെ 2-3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സത്ത് നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൽ നിങ്ങൾക്ക് കറി ലീവ്സോ അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീഫൊക്കെ വേണമെന്ന് ആവശ്യമുള്ളവർ, ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇടണം. അപ്പോൾ അരി ഇവിടെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും മറ്റേ കൈ കൊണ്ട് കുക്കിങ്ങും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ അരി മുഴുവൻ അതിലോട്ടിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇടണം. ഉപ്പ് കുറവായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം പല ടൈപ്പ് അരികളുണ്ടാവുമല്ലോ, അപ്പം മിക്ക അരിയുടെയും വേവ് വ്യത്യാസം ഉണ്ടാവും. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം.
അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. സാധാരണ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. ഫ്രോസൺ ചിക്കനാണ്. ഫ്രോസൺ ചിക്കനാണ് ഞങ്ങൾ സാധാരണ വാങ്ങാറ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. അപ്പോഴേക്കും റൈസ് അവിടുന്ന് വേവട്ടെ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് വെന്തോ നോക്കാം. ചോറ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം ചെറുതായിട്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. നമുക്ക് മസാല ഇടാം കേട്ടോ. ചിക്കൻ സോൾട്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നോർമൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എയർ ഫ്രയറിലേക്ക് ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓണാക്കാം. ഓൾറെഡി ഞാൻ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് 200 ഡിഗ്രിയിൽ, ഇത് ഓൾറെഡി ഇതിൽ ചിക്കൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇത് ചിക്കൻ്റെ ഓപ്ഷനാണ്. ഇപ്പോൾ 200 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സാണ് ചിക്കൻ വരുന്നത്. നമുക്കിത് ഓണാക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, എല്ലാം നല്ല രീതിക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് റൈസിലേക്ക് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം.